നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് പുതിയ ഷോപ്പിംഗ് മാളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എറണാകുളത്ത് ലുലു ഷോപ്പിംഗ് മാൾ തുടങ്ങിയപ്പോൾ അത് ആ നഗരത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റിമറിച്ചതുപോലെയായി. അത് ഒരു ലാൻഡ്മാർക്ക് ആയി മാറുകയും ചെയ്തു. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഇപ്പോൾ കേരളത്തിലെ മറ്റ് നഗരങ്ങളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പുതുതായി വരുന്ന ബൈപ്പാസ് റോഡുകളിലും മറ്റും ഇതുപോലെയുള്ള വൻ ഷോപ്പിംഗ് മാളുകൾ. അവിടെ ഏത് സമയത്തും നിറയെ ആളുകൾ. ഷോപ്പിംഗ് മാളുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ സാധനങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ ഫുഡ് കോർട്ട്, ഇതുപോലെ സിനിമാ തിയേറ്ററുകൾ, അങ്ങനെയുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്നതുമാണ്. ആളുകൾ ഷോപ്പിംഗ് മാളുകളിൽ പോകാനുള്ള കാരണം ആലോചിച്ച് നോക്കിയാൽ ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഒന്നിച്ച് ഒരു സ്ഥലത്ത് ലഭിക്കും എന്നുള്ളത് കൊണ്ടാണോ? അല്ല. ഈ പറഞ്ഞ ഷോപ്പിംഗ് മാളുകളിൽ സാധനങ്ങൾക്ക് വിലക്കുറവ്, അതുപോലെ കൂടുതൽ ഓഫറുകൾ ലഭിക്കുന്നു, ഇതാണോ കാരണം? നമ്മൾ ഈ ഒരു ചോദ്യത്തെ അല്പം ആഴത്തിൽ പരിശോധിച്ചാൽ ഈ പറഞ്ഞ രണ്ടിനും അപ്പുറത്തേക്കും മറ്റ് ചില കാരണങ്ങൾ കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു വലിയ ഷോപ്പിംഗ് മാൾ എന്ന് പറയുന്നത് അത് ഒരു സമ്പത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും മാത്രമല്ല, അന്തസ്സിൻ്റെയും കൂടി ഒരു ചിഹ്നമാണ്. അപ്പോൾ അവിടെ പോയി നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിന് അവിടെ പോകുമ്പോൾ കിട്ടുന്ന വിലക്കുറവ്, കൂടുതൽ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം എന്നതിനപ്പുറത്തേക്ക് മറ്റ് ചില അർത്ഥങ്ങൾ വരുന്നുണ്ട്. സോഷ്യോളജിയിൽ കോൺസ്പിക്വസ് കൺസംഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ തോസ്റ്റൻ വെബ്ലൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള സാമ്പത്തിക രംഗത്തെ മുൻനിർത്തിയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ പല നിരീക്ഷണങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആളുകൾ ഷോപ്പിംഗ് മാളുകളിൽ പോകുന്നതുമായി നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ സാധിക്കും. തോസ്റ്റൻ വെബ്ലൻ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ ഉയർന്നു വന്ന സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളുടെ അവരുടെ ചില പ്രത്യേകതകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും അദ്ദേഹം നിരീക്ഷിച്ചത് ഇത്തരത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്ന ആ പുതിയ ആളുകൾ, അതായത് സാമ്പത്തികമായി ഉയർന്ന നില കൈവരിച്ചിട്ടുള്ള ഇത്തരത്തിൽപ്പെട്ട ആളുകൾ, അവർ വളരെയധികം പണം ആഡംബര വസ്തുക്കൾക്കായി ചിലവഴിക്കുന്നതായി അദ്ദേഹം കണ്ടുപിടിച്ചു. സമൂഹത്തിൽ നേരത്തെ തന്നെ സമ്പന്നരായിരുന്ന പ്രഭുക്കന്മാരും അതുപോലെയുള്ള ഉന്നത കുലജാതരുമായ ആളുകളെക്കാൾ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബിസിനസ്സിലും മറ്റും ഏർപ്പെട്ട് സമ്പന്നരായിട്ടുള്ള ആളുകൾ കൂടുതലായി കാശ് ഇത്തരം ആഡംബര വസ്തുക്കൾക്കായി ചിലവഴിക്കുന്ന ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹം പഠിച്ചപ്പോൾ അവർ കാശ് ചിലവാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മികച്ച നിലവാരമുള്ള സാധനങ്ങൾ സ്വന്തമാക്കുക എന്നതിനപ്പുറം സമൂഹത്തിൽ അവർക്കുള്ള സ്ഥാനം ഉറപ്പിക്കാൻ കൂടിയാണ് എന്നാണ്. സമൂഹത്തിൽ ഉയർന്ന നിലയിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്ക് ഈ ഒരു തരത്തിലുള്ള അധികാരം അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന സ്ഥാനം അത് ഉണ്ട് എന്ന് കാണിക്കാൻ കൂടി വേണ്ടിയാണ് ആളുകൾ ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കുന്നത് എന്നാണ് തോസ്റ്റൻ വെബ്ലൻ പറയുന്നത്. അപ്പോൾ ഇതേ സാധനം തന്നെ നിങ്ങൾക്ക് ഒരു സാധാരണ ഒരു കടയിൽ നിന്ന് വാങ്ങാൻ ചിലപ്പോൾ സാധിക്കുമായിരിക്കും. പക്ഷേ ഒരു ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു ഷോപ്പിംഗ് മാളിൽ പോയി നിങ്ങൾ ഇതേ സാധനം വാങ്ങുമ്പോൾ ആ പറഞ്ഞ സ്ഥലത്ത് പോവാനും അവിടെ കാശ് ചിലവാക്കാനും കഴിയുന്ന തരത്തിൽ നിങ്ങൾ സാമ്പത്തികമായും സാമൂഹ്യമായും ഉയർന്നു നിൽക്കുന്നു എന്നൊരു സന്ദേശമാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് ഇന്ത്യയിൽ ഒനീഡ ടിവിയുടെ പരസ്യത്തിൽ നെയ്ബേഴ്സ് എൻവി ഓണേഴ്സ് പ്രൈഡ്, അതായത് അയൽക്കാരന് അസൂയയും അത് സ്വന്തമായുള്ള ആൾക്ക് അന്തസ്സും എന്ന് പറയുന്ന ഒരു പരസ്യവാചകം വന്നിരുന്നു. ഈ പറഞ്ഞ ഒരു എലമെന്റ് കൂടി ഈ പറഞ്ഞ കോൺസ്പിക്വസ് കൺസംഷന്റെ പുറകിലുണ്ട്. നമ്മൾ
ഈ പറഞ്ഞ ഉദാഹരണമായി ലുലു മാളിൽ പോയി ഞങ്ങൾ സിനിമ കണ്ടു അല്ലെങ്കിൽ സാധനം വാങ്ങി എന്ന് പറയുമ്പോൾ കേൾക്കുന്നവരിലേക്ക് ഒരു ചെറിയ അസൂയയുടെ ഒരു എലമെന്റ് കൂടി നിങ്ങൾ പകരാൻ ശ്രമിക്കുന്നു. തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെക്കാളും ഒരല്പം ഉയർന്ന നിലയിലാണ് താൻ എന്ന് കാണിക്കാൻ വേണ്ടി കൂടി ഈ പറഞ്ഞ ഒരു കാര്യത്തെ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് ഒരു മറുവശം കൂടിയുണ്ട്. പല നഗരങ്ങളിലും ഈ പരമ്പരാഗതമായി സമ്പന്നരായിട്ടുള്ള ആളുകൾ ഇതിന്റെ നേരെ മറുവശം പോയി അവർ കോൺസ്പിക്വസ് കൺസംഷന് പകരം കോൺസ്പിക്വസ് ഫ്രുഗാലിറ്റി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറുന്നതായും പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് അവർ ഇത്തരത്തിലുള്ള ഷോപ്പിംഗ് മാളുകളും അങ്ങനെയുള്ള ഉന്നതമായ സ്ഥലങ്ങളുമെല്ലാം ഒഴിവാക്കി സാധാരണക്കാരായ ലോക്കൽ ആയിട്ട് സാധനങ്ങൾ വിൽക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്ത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നതായിട്ട് അങ്ങനെയുള്ള ഒരു ട്രെൻഡ് കൂടി ഇതുപോലെ പറയപ്പെടുന്നു. പണ്ടാരോ പറഞ്ഞതുപോലെ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് അവർ സമ്പന്നരാണെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് വളരെയധികം ലളിത ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ഇടത്തരക്കാർ സമ്പന്നരായിട്ട് വരുമ്പോൾ അവർ ആ സമ്പന്നരുടെ അതേ നിലവാരം പുലർത്തുന്നു എന്ന് കാണിക്കാൻ അവർക്ക് ഒരു പ്രത്യേകതരം ജീവിത ശൈലിയും എല്ലാം സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാവുമ്പോൾ ഇത് ആളുകളുടെ എല്ലാ തരത്തിലുള്ള എക്കണോമിക് ബിഹേവിയറിനെയും ബാധിക്കുന്നതാണ്. ഇപ്പോൾ വളരെ സമ്പന്നരായ പലരും വളരെ ലളിതമായ രീതിയിൽ വിവാഹങ്ങൾ നടത്തുമ്പോൾ ഇടത്തരക്കാരും മറ്റും വളരെയധികം പണം അതിനുവേണ്ടി ചെലവഴിക്കുകയും ഏറ്റവും വലിയ മാരേജ് ഹാളുകൾ തന്നെ ബുക്ക് ചെയ്ത് വിവാഹങ്ങൾ നടത്തുകയും വളരെയധികം പണം ആ ഒരു ഭക്ഷണത്തിനായും അതുപോലെ ആഭരണങ്ങൾക്കായും എല്ലാം ചിലവഴിക്കുകയും ചെയ്യുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. ഇന്ത്യ പോലെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ ഈ ജാതി പോലെയുള്ള കാര്യങ്ങളുമായി കൂടി ചേർത്ത് വായിക്കണം. താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി സമ്പന്നനായാലും ആ ഒരു താഴ്ന്ന ജാതിക്കാരൻ എന്ന രീതിയിലുള്ള വിവേചനം അയാൾ നേരിടേണ്ടി വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തി ഈ പറഞ്ഞ കോൺസ്പിക്വസ് കൺസംഷൻ, അതായത് ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി കൂടുതൽ പണം ചിലവാക്കാനും അതുവഴി ഞാൻ സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ആളാണെന്ന് കാണിക്കാനുമുള്ള ഒരു ശ്രമം നടത്താനുമുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയം, നമ്മൾ ഇതുപോലെ ഒരു ഷോപ്പിംഗ് മാളിൽ പോവുക എന്ന് പറയുന്ന വളരെ സാധാരണമായ ഒരു കാര്യം. പക്ഷെ അവിടെ പോയി എന്ന് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ ഉത്കണ്ഠപ്പെടുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഷോപ്പിംഗ് അനുഭവവും നല്ല രീതിയിലുള്ള ഡീലുകളും കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെക്കാൾ ഉന്നത നിലയിലാണ് അല്ലെങ്കിൽ മറ്റുള്ളവരോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്ന് കാണിക്കാനുള്ള നമ്മുടെ ഒരു മനസ്സിന്റെ വ്യഗ്രത കൂടി അതിലുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ അടുത്ത തവണ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതും മറ്റും കാണുമ്പോൾ ഈ ഒരു കോൺസ്പിക്വസ് കൺസംഷൻ എന്ന് പറയുന്ന ഈ ഒരു സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. നന്ദി.